കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. അവന് കിടക്കുന്ന യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്നേ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ ഗോസ്പൽ ഓഫ് മിറക്കിൾസ് എന്നതിനെ വിളിക്കുന്നു. അത്ഭുതങ്ങളുടെ സുവിശേഷമെന്നും ഗോസ്പൽ ഓഫ് ലൈറ്റ്, വെളിച്ചത്തിന്റെ സുവിശേഷമെന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സമൃദ്ധിയുള്ള സുവിശേഷമെന്നും പറയുന്നു. പല സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. വീഞ്ഞിന്റെ സമൃദ്ധി, അപ്പത്തിന്റെ സമൃദ്ധി, മീനിന്റെ സമൃദ്ധി. അപ്പോൾ ദൈവം സമൃദ്ധിയായി നൽകുന്ന ദൈവമാണ്. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാം, ഈ രോഗിയുടെ പ്രായം 38 വയസ്സാണ്. നമ്മുടെ രോഗിയുടെ പ്രായമല്ല 38 വയസ്സ്. രോഗിക്ക് അതിനേക്കാൾ പ്രായമുണ്ട്. ഇദ്ദേഹത്തിന്റെ രോഗത്തിന്റെ പ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ സർട്ടൻ മാൻ വാസ് ദെയർ വിച്ച് ഹാഡ് ആൻ ഇൻഫർമിറ്റി 38 years. 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനാണ്. അവന് നല്ല പ്രായമുള്ള വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ അസുഖം ആരംഭിച്ചിട്ട് 38 വർഷങ്ങളായി. He had been now a long time in that case. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. വളരെ കാലമായി അവിടെ കിടക്കുകയാണ്. ഒരു പ്രതീക്ഷയോടെയാണ് അവൻ കിടക്കുന്നത്. കുളം കലക്കുമ്പോൾ ഇറങ്ങിയാൽ സൗഖ്യം ലഭിക്കും. പക്ഷെ അവൻ കർത്താവോട് പറയുന്ന ഒരു വാക്ക്, കുളം കലക്കുമ്പോൾ എന്നെ എടുത്താക്കാൻ എനിക്ക് ആരും ഇല്ല. അവൻ ആളുകൾ ധാരാളമുണ്ട്, പക്ഷേ കുളം കലങ്ങുമ്പോൾ എടുത്താക്കാൻ ആരുമില്ല. ഒരുപക്ഷെ ഇവനെ സഹായിക്കാൻ പലരും ഉണ്ടായിരിക്കാം. അവർ വരുന്ന സമയത്ത് കുളം കലങ്ങാറില്ല, അല്ലെങ്കിൽ കുളം കലങ്ങുമ്പോൾ അവർ വരാറില്ല. അതുകൊണ്ടാണ് അവൻ പ്രത്യേകമായി എടുത്തു പറയുന്നത്, കുളം കലങ്ങുമ്പോൾ എന്നെ എടുത്താക്കാൻ എനിക്ക് ആരുമില്ല. എന്നാൽ കർത്താവാണ് അവന്റെ സന്നിധിയിൽ, അവന്റെ അടുക്കൽ നിൽക്കുന്നതെന്ന് അവന് വ്യക്തമായി ഗ്രഹിപ്പാൻ ആദ്യം കഴിഞ്ഞില്ല. എന്നാൽ യേശു അവനോട് മനസ്സിലായി. അവിടെ എത്രയോ രോഗികളാണ് കിടക്കുന്നതെന്ന് മുകളിലത്തെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പല വ്യാധിക്കാരുടെ കിടപ്പുണ്ട്. പക്ഷേ ഇത്രയും വർഷങ്ങളായി വേദന അനുഭവിക്കുന്ന ഈ മനുഷ്യനോട് കരുണ തോന്നുവാൻ യേശുവിനെ ഇഷ്ടം തോന്നി. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അവന്റെ രോഗത്തിന്റെ പ്രായം തന്നെ 38 വർഷമാണ്. അത്രയും വർഷങ്ങൾ അവൻ ബുദ്ധിമുട്ട് സഹിച്ചു. നാം ഓർക്കുക, നമ്മൾ ദീർഘനാളുകളായി അനുഭവിക്കുന്ന വ്യഥകൾക്ക് കർത്താവിൻ്റെ ഒരു വാക്കിൽ സൗഖ്യമുണ്ടാകും. 400 വർഷത്തെ ഇസ്രായേലിന്റെ അടിമത്വം നീക്കാൻ ഒറ്റ രാത്രി മതിയായിരുന്നു. ഒരു രാത്രി മുഴുവൻ പത്രോസിന്റെ അധ്വാന ഫലം നഷ്ടമായപ്പോൾ യേശുവിന്റെ ഒരു വാക്ക് മതിയായിരുന്നു പടക് നിറയ്ക്കാൻ. നാം അനുഭവിക്കുന്ന വ്യഥകൾ, നാം അനുഭവിക്കുന്ന വിഷയങ്ങൾ, നാം ഭാരപ്പെടുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, അത് എത്രയോ വർഷം പഴക്കമുള്ളതാകട്ടെ, എന്നാൽ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങളുടെ പഴക്കം നോക്കി നമ്മൾ വിഷമിക്കരുത്, ഭാരപ്പെടരുത്. കർത്താവ് അടുക്കൽ വന്നാൽ, സന്ദർശനത്തിന് വന്നാൽ, അത് നീങ്ങാൻ ഒരു നിമിഷം.
ആകയാൽ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പകൽ വചനം കേട്ട എല്ലാവർക്കായി അങ്ങേക്ക് സ്തോത്രം ചെയ്യും. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.